നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തേപ്പുകളുടെ പുതിയ കഥ തുടങ്ങിയോ എന്നറിയില്ല. വിഷ്ണുജിത്ത് ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുജിത്ത് എന്തിന് നാട് വിട്ടുപോയി എന്നത്. സെപ്റ്റംബർ 4 രാത്രി 7:45 പാലക്കാടേക്ക് പോവുകയാണ് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം സ്വദേശി വിഷ്ണുജിത്ത് അന്ന് വൈകുന്നേരം ഇറങ്ങുകയാണ്. വേഷം സാധാരണഗതിയിലുള്ള വേഷം ഇട്ടുകൊണ്ടാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മറ്റ് സംശയമൊന്നും തന്നെ പ്രത്യേകിച്ച് തോന്നിയിരുന്നില്ല. പോയി വരും എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ പിന്നീട് പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ വിഷ്ണുജിത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ കുറച്ച് വൈകുമെന്ന്. എന്തിനാണ്, എവിടെയാണ് പോയത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. എന്ത്, ഏത് ചോദ്യത്തിന് ഉത്തരമില്ല. പിന്നീട് വിഷ്ണുജിത്തിന്റെ സുഹൃത്തിനെ വിളിച്ച് പറയുകയാണ്, പൈസയ്ക്ക് ആവശ്യമുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്, പൈസ അല്ലെങ്കിൽ പണം തരപ്പെടുത്തി തരാമോ എന്ന ചോദ്യം. ഈ വിഷ്ണുജിത്തിന്റെ സുഹൃത്ത് എവിടെ നോക്കിയോ കടം വാങ്ങി പൈസ 1 ലക്ഷത്തോളം രൂപ മറിച്ച് കയ്യിൽ കൊടുത്തു. പിന്നീട് വിഷ്ണുജിത്തിന്റെ കയ്യിൽ ബാഗോ അങ്ങനെ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ വിഷ്ണുജിത്തിന് കഴിഞ്ഞ 4 വർഷമായി പ്രണയിച്ച പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചിരുന്നത്. അന്ന് തലേ ദിവസം കാണാതായ വിഷ്ണുജിത്തിന്റെ വിവരം പിന്നീട് ലഭിക്കുന്നത് കൃത്യം 6ാം ദിവസമായ ഇന്നാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിഷ്ണുജിത്തിന്റെ ഫോണിലേക്ക് ബന്ധപ്പെട്ട സുഹൃത്തിന് വിഷ്ണുജിത്തിന്റെ ഫോൺ റിങ് ചെയ്തതാണ് കിട്ടിയത്. പിന്നീട് ഫോൺ അറ്റൻഡ് ചെയ്യുകയുണ്ടായിരുന്നു. പക്ഷേ ആരും അവിടെ നിന്ന് സംസാരിക്കുകയുണ്ടായില്ല. അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. ഇന്ന് കൃത്യം 12 മണിയോടുകൂടി വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും പോലീസിന് ലഭിക്കുകയാണ്. എന്തിന് വിഷ്ണുജിത്ത് ഇത്രയും നാടകം നടത്തി? അമ്മ പറയുന്നത് ആരെയോ മറയ്ക്കാൻ വേണ്ടി അവൻ ആരെയൊക്കെ ഭയന്ന് പോയി പേടിച്ചു വിറച്ച് നിന്നതാകാം എന്നാണ് പറയുന്നത്. ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ മുഖത്ത് നോക്കി പറയാമെന്നല്ലോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് ഇവൻ തേച്ചിട്ട് പോയതാണ് എന്ന കഥ. സത്യത്തിൽ വിഷ്ണുജിത്തിന് മാത്രമേ അറിയാവൂ എന്താണ് സംഭവിച്ചത് എന്ന്. വിവാഹത്തിന് 4 ദിവസം മുമ്പ് കാണാതായ മലപ്പുറം സ്വദേശിയായിട്ടുള്ള വിഷ്ണുജിത്തിനെ കണ്ടെത്തിയപ്പോൾ പല ചോദ്യങ്ങളും ഉയരുകയാണ്. ഊട്ടിയിൽ നിന്നുമാണ് യുവാവിനെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിഷ്ണുവിനെ കണ്ടെത്തിയതായി മലപ്പുറം SP S ശശീന്ദ്രനാണ് സ്ഥിരീകരിച്ചത്. വിഷ്ണുജിത്ത് അവസാനമായി അച്ഛനോടും സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ വീട്ടിലെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് SP S ശശീന്ദ്രൻ പറയുകയാണ്. ഊട്ടിയിലെ കുനൂറിൽ വെച്ച് ഒരു തവണ വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയതാണ് ഈ സംഭവങ്ങൾക്കൊക്കെ വഴിത്തിരിവായത്. തുടർന്ന് മൊബൈലിലെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് വിഷ്ണു പോലീസിന്റെ പക്കൽ കുടുങ്ങിയത്. ഈ മാസം 4-നാണ് വിഷ്ണുവിനെ കാണാതായത്. സെപ്റ്റംബർ 4 രാത്രി 7:45 പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ വിഷ്ണുജിത്ത് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴോ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോഴോ കയ്യിൽ കാണാതിരുന്ന ബാഗ് CCTV ദൃശ്യത്തിൽ വിഷ്ണു KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കണ്ടത് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച പോലീസ് തിരച്ചിലും നടത്തിയിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി വിവാഹം നടക്കാനിരിക്കെയാണ് ദിവസങ്ങൾക്ക് മുൻപ് വിഷ്ണുജിത്തിനെ കാണാതായത്. സുഹൃത്തിൽ നിന്ന് പണം സംഘടിപ്പിക്കാനായി പാലക്കാടേക്ക് പോകുകയാണെന്നാണ് വിഷ്ണുജിത്ത് വീട്ടുകാരോട് പറഞ്ഞത്. ഇതിനിടെ 4-ാം തീയതി രാത്രി വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് യുവാവിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. വിഷ്ണുജിത്ത് സംഭവ ദിവസം കഞ്ചിക്കോടെത്തി പണം വാങ്ങിയെന്നും തുടർന്ന് പാലക്കാടേക്ക് തിരികെ ബസ്സിൽ മടങ്ങിയെന്നുമാണ് സുഹൃത്തായ ശരത്തിന്റെ മൊഴി. ഇതിനുശേഷം വിഷ്ണുജിത്ത് വീണ്ടും കഞ്ചിക്കോടേക്ക് വന്നതായും സംശയമുണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് വിഷ്ണുവിന്റെ ഫോൺ കുനൂരിൽ ഓണായത്. വിളിച്ചപ്പോൾ ഒരു തവണ ഫോൺ എടുത്തുവെന്ന കുടുംബവും വിശദീകരിച്ചു. വിഷ്ണുജിത്തിന്റെ സഹോദരന്റെ വാക്കുകൾ ഇങ്ങനെ. പുതിയ വിവരം നമ്മൾ ഇന്നലെ ഒരു 7:30-8 മണിയായ സമയത്ത് അവനെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. റിങ് ചെയ്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഒന്നും തിരിച്ചൊന്നും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്തു. പക്ഷെ അപ്പൊ അവര് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്തത് വിഷ്ണുവിന്റെ സുഹൃത്ത് ശരത്താണെന്നാണ് പലരും പറയുന്നത്. വിവാഹ ദിവസവും യുവാവിനെ കാണാതായതോടുകൂടിയാണ് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തതയില്ല. എന്തായാലും വിഷ്ണുജിത്ത് നാളെ എത്തുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരും. പ്രധാനമായും ആ നവവധുവിന്. എല്ലാം കേട്ട് മരവിച്ച അവസ്ഥയിലാണ് ആ നവവധു ഉള്ളത്. തേപ്പിന്റെ പുതിയ രൂപമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, മുഖത്ത് നോക്കി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പലരും പറയുന്നുണ്ട്. ഇവനൊക്കെ തേപ്പടെ എന്ന് പറയുന്നവരും അധികമാണ്. നിജസ്ഥിതി എന്താണെന്ന് വിഷ്ണുജിത്ത് നാളെ കേരളത്തിലെത്തുമ്പോൾ മനസ്സിലാകും.
അമ്മയൊക്കെ പറയുന്നത് വിഷ്ണു കല്യാണമായ ദിവസമൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ് കണ്ടത് എന്നാണ്. പക്ഷെ അപ്പോഴും സാധാരണഗതിയിൽ കല്യാണ തലേ ദിവസം ഒക്കെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ താലിയും പുതിയ പുടവയും ഒക്കെ വാങ്ങേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ വിഷ്ണു വാങ്ങി സൂക്ഷിച്ചിരുന്നില്ല. വിവാഹത്തിന് സമ്മതമല്ല, വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ നേരത്തെ പറയാമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും ഈ 8-ാം തീയതി, ഈ ഞായറാഴ്ച വളരെ സന്തോഷത്തോടു കൂടി നവവധുവായി അണിഞ്ഞൊരുങ്ങി ആ പന്തലിലേക്ക് എത്തി പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുതേ എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുകയാണ്. വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ പറയാമായിരുന്നല്ലോ എന്ന ചോദ്യം ആവർത്തിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഉടായ്പ മണക്കുന്നുണ്ടെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ പലരും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഐസ്ക്രീം കമ്പനിയിലാണ് ഈ വിഷ്ണുജിത്ത് പ്രവർത്തിക്കുന്നത്. ഐസ്ക്രീം കമ്പനിയിൽ പ്രത്യേകിച്ച് പണമിടപാടൊന്നും ഇല്ല എന്നും പറയുന്നു. കോയമ്പത്തൂരിലോ ഈ വിഷ്ണു ഇപ്പോഴുള്ള ഊട്ടിയിലോ ഒന്നും തന്നെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉള്ളതായ വിവരം ആർക്കും തന്നെ അറിയില്ല. എന്തിനാണ് സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടതെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. എന്തായാലും വിഷ്ണുവിനെ കണ്ടെത്തി പോലീസ് കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിന് മുൻപ് പല ചോദ്യങ്ങളുടെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇനി ഈ വിഷ്ണുജിത്ത് ഈ നവവധുവിനെ പറ്റിച്ചിട്ടാണ് കടന്നു കളഞ്ഞത് എങ്കിൽ അതിന് കേസുമായി മുന്നോട്ട് പോകുമോ എന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ 4 രാത്രി 7:45 പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ കണ്ട നിമിഷം മുതൽ CCTV ദൃശ്യമാണ് പിന്നീട് ആദ്യം തെളിവായി വന്നത്. CCTV ദൃശ്യം പുറത്തുവിട്ടപ്പോൾ പലരും തന്നെ വിഷ്ണുവിനെ അത് തിരിച്ചറിയുന്ന സാഹചര്യം അല്ലെങ്കിൽ വിഷ്ണുവിനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തുമ്പൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ SP-യോട് സംസാരിച്ചപ്പോൾ കുറച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ലഭിച്ച വിവരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അനുമാനങ്ങൾ പുറത്തു പറയാൻ സാധിക്കുകയില്ല. അതിന് കൂടുതൽ തെളിവുകൾ നൽകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്ന് രാവിലെ തന്നെ മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘത്തിന് വിഷ്ണുജിത്ത് എവിടെയാണ് ഉള്ളതെന്നോ എന്തിനാണ് വിഷ്ണുജിത്ത് കടന്നത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ കണ്ട് അറിയിക്കാമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇതിനു പിന്നിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഉത്തരം കിട്ടുന്നത് വരെയുള്ള ഇത്തരം ചോദ്യങ്ങൾ അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും.